അന്നൊന്നും അധികം സിനിമകൾ പോലും ഇറങ്ങത്തില്ല കേട്ടാ. സിനിമയില്ല, വേറെ എന്റർടൈൻമെന്റ് ഇല്ല. ഇല്ല, നമ്മുടെ ഒരു സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് മലയാളികളുടെ എന്ന് പറഞ്ഞാൽ സിനിമയായിരുന്നു. പിന്നെ ബീച്ചിൽ പോവുക, പാർക്കിൽ പോവുക, അതൊക്കെ അത്രയ്ക്കുള്ള ഉത്സവങ്ങൾ വരുമ്പോൾ ഉള്ള അടിപൊളിയും. അതെ അതെ, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ. പക്ഷെ മെയിൻ സ്രോതസ് അന്നും ഇന്നും എനിക്ക് സിനിമയാണ്. ഇപ്പോഴാണ് പിന്നെ പുതിയ ന്യൂ ഏജ് വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ എക്സ്പ്ലോഷനൊക്കെ ആയപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റുകൾ വന്നു, ഒരുപാട് രീതിയിൽ വന്നു. വെബ് സീരീസുകൾ വന്നു തുടങ്ങി, യൂട്യൂബ് സീരീസുകൾ വന്നു തുടങ്ങി, പോഡ്കാസ്റ്റുകൾ വന്നു തുടങ്ങി. ഇപ്പൊ അത് പോഡ്കാസ്റ്റിന്റെ ഒരു ഓഡിയൻസ് ഒക്കെ, ഞാൻ ഇത് ലണ്ടനിൽ ഞാൻ നിൽക്കുമ്പം ഇതിനെക്കുറിച്ച്, അന്നൊന്നും കേരളത്തിൽ നിങ്ങളാരും കേട്ടിട്ടില്ല, എനിക്കത് അറിയാം. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയും അങ്ങനെ പോഡ്കാസ്റ്റുകൾ. അപ്പോൾ എനിക്ക് ഈ പേരെന്താന്ന് പോലും അറിയില്ല, എന്താണ് ഈ പോഡ്കാസ്റ്റ്. ഞാനിത് പറയുന്ന ഒരു 7-8 വർഷം മുമ്പ് ആളുകൾ ഈ അവിടെ UK-ലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമല്ലോ, അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പോഡ്കാസ്റ്റുകളുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കാം. അപ്പോൾ എനിക്ക് ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് പോലും അറിയില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ അത് അത്രയും പോപ്പുലറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ ആൾക്കാരും ഇപ്പോൾ കാറിലൊക്കെ പോകുന്നവർ, ലോങ് ഡ്രൈവിന് പോകുന്നവർ, വിഷ്വലൊന്നുമില്ല, അവരിങ്ങനെ നമ്മുടെ കൺവെർസേഷൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, 2 പേര് സംസാരിക്കുക, 3 പേര് സംസാരിക്കുക. അതാണ് ആൾക്ക് ഇപ്പോൾ ഒരു കൂടുതൽ താല്പര്യം. കാരണം ചേട്ടാ ആർക്കും ഇപ്പൊ അങ്ങനെ ഫ്രീ ടൈം ഒന്നും സാധനമില്ല. എപ്പോഴും എല്ലാവരും എന്തിലെങ്കിലും ഒക്കെ എൻഗേജ്ഡ് ആണ്, ഭയങ്കര ബിസി. ഇപ്പൊ വീട്ടമ്മമാരൊക്കെ പറയുന്നത്, നമ്മൾ കമന്റിൽ വായിക്കുന്നത്, ചേച്ചിമാരൊക്കെ കൊച്ചിനെ നോക്കാൻ നേരമായാലും ഇല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന നേരമായാലും ഇത് ഒരിടത്ത് ഇട്ട് വെച്ചിട്ട് നമ്മൾ നിന്ന് പാചകമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് ആൾക്കാരുടെ കൂടെ നിന്ന് അവരുടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണെന്നാണ് സത്യം. അല്ല, അതൊരു ഭയങ്കര, ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓഡിയൻസ് പറഞ്ഞ ഡ്രൈവിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റുകളല്ല. ഇപ്പോൾ ആ പാട്ട് കേൾക്കാതെ ഓരോരുത്തരുടെ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് അത് കേട്ടോണ്ടിരിക്കുക. അത് ഇതേപോലെ ഈ പിന്നെ വേറെ കുറെ ജോലികൾ ചെയ്യുമ്പോൾ വർക്കൗട്ട് കേട്ടോണ്ടിരിക്കുക. അങ്ങനെ ഉള്ളൊരു, കാരണം അല്ലാതെ ആൾക്കാർക്ക് സമയമില്ല ഇരുന്ന് കണ്ട് ഒരു 10 മിനിറ്റ് ഒരു സംഭവം അവരെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നതാണല്ലോ ഇന്നത്തൊക്കെ ഏറ്റവും വലിയ. ഇപ്പോൾ ഓഡിയൻസിൻ്റെ അറ്റൻഷനാണ് ഏറ്റവും വലിയ കറൻസി എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ അറ്റൻഷൻ എവിടെയാണോ അവിടെയാണ് ആൾക്കാർ പൈസ ഇറക്കുന്നത്. പണ്ട് ടെലിവിഷനിലാണ് ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ. അതുകൊണ്ട് ഈ പരസ്യക്കാരെല്ലാം ഓണത്തിനൊക്കെ ഒരു സിനിമ ഇടുമ്പോൾ ഒരു പരസ്യം ഇടലുണ്ട്, ഓർമ്മയുണ്ടാ? പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് സിനിമ തുടങ്ങിയ ആ സിനിമയെ വലിച്ച് നീട്ടി രാത്രി 9 മണിക്കൊക്കെ കൊണ്ടുവരും. നരസിംഹമൊക്കെ ആദ്യമായിട്ട് TV ഇട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇരുന്ന് നിരങ്ങി ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട പടം ഏതാ? പഞ്ചാബി ഹൗസ് ചേട്ടാ. പഞ്ചാബി ഹൗസാണ് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയി. ഞാൻ തിയേറ്റർ ലാസ്റ്റ് എൻഡിങ് ഒക്കെ ആയപ്പോഴത്തേക്കും കരച്ചിലൊക്കെ വന്നു എനിക്ക്. ചിരിച്ച് ഞാൻ ആകെപ്പാടാ എനിക്കൊന്ന് 10 പഠിക്കുന്നവരെ വീട്ടുകാരാണല്ലോ നമ്മളെ സിനിമയെ കൊണ്ടുപോകുന്നത്. 5 പടങ്ങളെ കണ്ടിട്ടുള്ളൂ. 10ാം ക്ലാസ് വരെ. ഏതൊക്കെയാണ് 5 പടം? അപ്പൊ എന്തായാലും ഓർമ്മ ഉണ്ടാവല്ലോ. പഞ്ചാബി ഹൗസ് 1, വെള്ളി നക്ഷത്രം. വെള്ളി നക്ഷത്രം ഇറങ്ങിയ സമയത്ത് നമ്മുടെ പൃഥ്വിരാജ് ചേട്ടന്റെ പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് ആ പടം. സ്പൈഡർമാൻ ഇംഗ്ലീഷില് സ്പൈഡർമാന്റെ സെക്കൻഡ് പാർട്ട് മറ്റേ ഡോക്ടർ ഒക്ടോബസ് വരുന്നത്. പിന്നെ CID മൂസ. പിന്നെ വെള്ളി നക്ഷത്രം. വെള്ളി നക്ഷത്രം അല്ല, അത്ഭുത ദ്വീപ്. ഈ 5 പടങ്ങളെ വീട്ടുകാർ കൊണ്ടുപോയി എന്നെ കാണിച്ചിട്ടുള്ളൂ. അച്ഛനാണെങ്കിൽ പുറത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ ആയിരുന്നു. പിന്നെ വലുതായപ്പം അച്ഛൻ ഗൾഫിലോട്ട് പോയി, ഞാൻ കുറച്ചൊന്ന് വലുതായപ്പോൾ. അപ്പോൾ അങ്ങനെ കൊണ്ട് അധികം സിനിമയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഈ 5 പടം പോയത് എനിക്ക് ആ പോയ ദിവസങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാവും, പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണുക. ചേട്ടാ അതാണ് പറഞ്ഞത്, അന്നൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറി. കാരണം അന്ന് പുറത്തുനിന്ന് ഫുഡ് കിട്ടും, ചിക്കനും പൊറോട്ടയും, പൊരിച്ച ചിക്കനും പൊറോട്ടയും മിനിമം കിട്ടും. അത് വാങ്ങിച്ചു തരും. ഇല്ലെങ്കിൽ നമ്മളവിടെ കണ്ട് കരഞ്ഞു ഉണ്ടാക്കും, അത് കിട്ടും. അല്ല ഉച്ചയ്ക്കാണ് പോണെങ്കിൽ ബിരിയാണി എന്തെങ്കിലും ഒരു സാധനം. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും ആൾക്കാരെയൊക്കെ കാണുന്നു, തിയേറ്ററിൽ ഇരിക്കുന്ന സിനിമ, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്ന സാധനങ്ങളാണ്. 100%. ചേട്ടാ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട പടം? ഞാൻ തിയേറ്ററിൽ ആദ്യമായിട്ട് കണ്ടത് ഒരു തെലുങ്ക് പടത്തിൻ്റെ മലയാളം, ശങ്കരാഭരണം. അതൊക്കെ അതായത് ശങ്കരാഭരണം എന്ന് പറഞ്ഞ പടം ഭയങ്കര, എനിക്ക് തീരെ കുഞ്ഞാ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ തിയേറ്റർ മൊത്തം തോരണമൊക്കെ ഇട്ട്, അത് ഒരു തെലുങ്ക് പടമായിരുന്നു. അതിൻ്റെ മലയാളം എല്ലാ ഭാഷയിലും ഒന്ന് ഡബ് ചെയ്ത് വന്നേ. SP സാറിൻ്റെ ഒക്കെ നല്ല പാട്ടുണ്ട്. ശങ്കരാഭരണമേ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ?
കേട്ടില്ലേ ശങ്കരാഭരണം? അത് ഒരു 2 ലൈൻ മൂള് പാട്ടാ. പാട്ട് അല്ല, ശങ്കരാഭരണം എന്ന് പേര് കേട്ടിട്ടില്ലേ? ശങ്കരാഭരണം എന്ന് പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ട് പെട്ടെന്ന് അതിലെ പാട്ടുകളെല്ലാം ഹിറ്റാണ്, എല്ലാം സൂപ്പർ ഹിറ്റാണ്. SPB സാറിന്റെ ബെസ്റ്റ് പാട്ടുണ്ട്. കൊറേ എനിക്ക് പെട്ടെന്ന് അത് ആ പാട്ടൊക്കെ ഈ പടത്തിലെയാ. പാട്ടൊന്ന് 100% കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പടമാണ് ആദ്യം കണ്ടത്, ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി അങ്ങനെ എനിക്ക് ആ ചെറുതായിട്ട് വീട്ടുകാർ കൊണ്ടുപോയി കുഞ്ഞായിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. ആ തോരണമൊക്കെ കിട്ടി, അതിപ്പോഴും ആ തോരണം കിട്ടിയത് സിനിമയുടെ സീനൊന്നും എനിക്ക് ഓർമ്മയില്ല, അത് പിന്നെ TV-ൽ അല്ലാതെ കണ്ടിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ ശങ്കരാഭരണം എന്നുള്ള അത് സ്ത്രീകളെല്ലാം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ഇത്രയും പേരൊക്കെ പോയി കാണണമെങ്കിൽ തന്നെ അറിഞ്ഞു ആ പടം എന്തുമാത്രം അന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഫാമിലിയിൽ. അപ്പോൾ അല്ല ഒരു ഡബ്ബ് പടം അന്നത്തെ കാലത്ത്, ഡബ്ബ് പക്ഷെ മലയാളത്തിലായിരുന്നു. മലയാളം ഡബ്ബാണോ? ഡബ്ബ് തന്നെ. അത്രയ്ക്ക് സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടക്കലാശം കണ്ടു തിയേറ്ററിൽ. ലാലേട്ടൻ്റെ, നസീർ, ചിത്ര അങ്ങനെയുള്ള നാണമാകുന്നു ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? നിന്റെ കൈകൾ എന്നെ മൂടുമ്പോൾ. അതൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടുകാർ കൊണ്ടുപോയി കാണിച്ച പടങ്ങളാണ്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. ചേട്ടൻ ഒരു സിനിമ ആരാധകനാണ്, ആസ്വാദകനാണ് നല്ല രീതിയിൽ. ഒരുപാട് സിനിമ. എൻ്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആ ചെറുപ്പത്തിൽ തന്നെ അവിടെ ഒരു ഗൾഫിലുള്ളൊരു ചേട്ടൻ ഉണ്ട്. അദ്ദേഹം TV-യും VCR-ഉം ഉണ്ട്. അല്ല ആ നാട്ടിലൊന്നും ഒരിടത്തും ഇല്ല. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇഷ്ടംപോലെ വീഡിയോ കാസറ്റുകളിൽ അന്നത്തെ പഴയ എല്ലാ സിനിമകളും എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ വേറെ ആ സമയത്ത് ഞാൻ ഇത്രയും പറയാൻ കാര്യം, അന്ന് നമ്മുടെ നാട്ടിലാർക്കും ഇത് കാണാൻ പറ്റില്ല. VCR ഏറ്റവും ആദ്യമായിട്ട്, അതായത് ഈ VCR എന്നുള്ള കേട്ടപ്പോൾ തന്നെ പുള്ളി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കാസറ്റ് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ കൂടെ കൊല്ലത്ത്, ഞങ്ങളൊരു ഗ്രാമം, അപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു ചേട്ടൻ എല്ലാ ദിവസവും ഞങ്ങൾക്ക് അടിപൊളി ആ സമയത്ത് എല്ലാ പടം ആ കാസറ്റൊക്കെ എടുത്ത് ആ കവറൊക്കെ തുറന്നൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പുതിയ കാസറ്റ് ആ VCR-ലിട്ട് നമ്മൾ ഇഷ്ടം പോലെ സിനിമ കണ്ടു. അതുകൊണ്ട് ആ പഴയ കാലത്തെ എല്ലാ പടങ്ങളും കണ്ടു എന്നുള്ളതുമാണ്. പിന്നെ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ കാണാൻ പറ്റുന്നതും ഒരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ആദ്യം കാസറ്റ് ഇട്ടാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസറ്റ് കഴിഞ്ഞ് പിന്നെ CD വന്ന്. CD-ലൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം ആ സമയത്തൊക്കെ നമ്മൾ പോയി. CD ടൈമിലൊക്കെ ഞാൻ ജോലി ചെയ്ത CD-ൽ ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല. ആണല്ലേ? നമ്മൾ വീഡിയോ കാസറ്റിൻ്റെ ടൈമിലായിരുന്നു. സോ CD ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ബാംഗ്ലൂർ, എനിക്ക് തോന്നുന്ന CD ഒക്കെ ഇറങ്ങിയ സമയത്തൊക്കെ പിന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന അല്ലാണ്ട് ഒരിക്കലും, പിന്നെ ഫുൾ ജോലിയിലാണല്ലോ. മനസ്സിലായി. CD-ൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. CD ഒരു മെനക്കെട്ട സാധനമുണ്ട്. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ആ ഭാഗം പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാസറ്റിൻ്റെ നല്ല കാസറ്റ് കടകളിൽ പോയി പടങ്ങളൊക്കെ എഴുതി ഇങ്ങനെ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും കാസറ്റ്, ചേട്ടാ ഇതൊന്ന് റീവൈൻഡ് അടിച്ചു. എന്നിട്ട് ഞാൻ ഈ കാസറ്റ്, എനിക്ക് എൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് മീൻസ് കാസറ്റ് എടുക്കും, ഒരു ദിവസം വാടകയില്ല. അപ്പം ഞാനിങ്ങനെ പല വീടുകളിൽ കൊണ്ടു കൊടുത്തിട്ട് 10 രൂപ 15 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് 5 രൂപ വെച്ച് കമ്മീഷനൊക്കെ കിട്ടി. അങ്ങനെ എത്ര അന്ന് ആകാശദൂത്, അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത്. ആകാശദൂതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു ആ കാസറ്റ്. അത് ആ സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് വന്ന് 10 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറേ അഥർവമൊക്കെ ഞാൻ വിറ്റ പഴയ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ പറയത്തില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിക്കൊണ്ടാണ് എൻ്റെ ഏരിയയിലെ ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ തന്നെയാണ്. നമ്മളപ്പോൾ ചവറ, വേറെ ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ അടുത്ത് ചവറയിലൊരു കാസറ്റ് കടയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പോകും, അവിടെ പുതിയ വരും പടം. അപ്പോൾ അവൻ്റെ നൗഫൽ എന്നാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ കടയാണ്. അപ്പൊ എനിക്കൊരു പ്രയോറിറ്റി തരും. കാസറ്റ് കടയിലൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏട്ടാ ആ കാസറ്റ് നമ്മളിവിടെ കൊണ്ടുവരും, ഒരു 5 ദിവസം കൊണ്ട് പല വീടുകളിലും കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മൾ അവരുടെ 30 രൂപ വെച്ച് വാങ്ങിക്കും. എന്നിട്ട് അവർക്ക് അവരുടെ ഒരു വാടക കൊടുത്താൽ മതി. അത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ 2 പടമാണ് അഥർവവും ആകാശദൂത്. ചേട്ടനപ്പോ അന്നേ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് അതുണ്ടല്ലേ?